അപ്പോഴേ നമ്മൾ സംസാരിച്ചു കൊണ്ടുവന്ന വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് ഒന്നും കൂടി രത്നച്ചുരുക്കവും പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം അപ്പോൾ സ്ഥലങ്ങൾ കണ്ട് നമുക്ക് സംസാരിക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കിക്കൊണ്ടിരുന്ന തട്ടി വീഴും. സ്ഥലങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ രാവിലെ കടയിൽ പോയപ്പോൾ അവിടെ നടന്ന സംഭാഷണം, നിങ്ങൾക്ക് പെൻഷൻ ചോദിക്കാനായിട്ട് നിങ്ങൾ കൊണ്ട് കൊടുത്തിരിക്കണമെന്ന്. അപ്പോൾ അറിവില്ലാത്ത മനുഷ്യരായതുകൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ കൊണ്ട് കൊടുത്തിരിക്കുക തന്നെയാണ്. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോൾ വിദ്യാഭ്യാസം തുടങ്ങും. ചിലർ പഠിച്ച് പേന കൊണ്ട് എഴുതാൻ പ്രാക്ടീസ് ചെയ്യുന്നു, ജോലി വാങ്ങിക്കുന്നു. പേന കൊണ്ട് എഴുതി ശമ്പളം വാങ്ങിക്കാനുള്ള ജോലി ചെയ്യുന്നു. ചിലർ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നു, ചിലർ കർഷകരായിരുന്നു. ഓരോരുത്തരും ഒരു സ്കൂളും ഒരു ക്ലാസ്സിൽ 100 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ 100 പേരും വ്യത്യസ്തമായ തൊഴിലുകൾ തിരഞ്ഞെടുക്കുന്നു. അവരുടെ യൗവനകാലം അവർ അധ്വാനിക്കുന്നു. ചിലർക്ക് സമ്പാദിക്കാൻ കഴിയുന്നു, ചിലർക്ക് സമ്പാദിക്കാൻ കഴിയുന്നില്ല. എക്സാമ്പിൾ ഞാനൊരു ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ റോഡിൽ നടന്നു പോകുമ്പോൾ റോഡിൻ്റെ 2 സൈഡുകളിലും നിറയെ കടകൾ കാണാം, ഷോപ്പുകൾ. ഈ ഷോപ്പുകൾ പലതും പലതരമായിരിക്കും. ചിലത് വൻകിട വ്യവസായങ്ങളായിരിക്കും, ചിലത് പൊട്ടക്കടകളായിരിക്കും. ചെറിയ കടകൾ നടത്തുന്ന ഒരാളിന് ചിലപ്പോൾ 50 രൂപ പോലും 50 രൂപ പോലും ശമ്പളം വരില്ല. ചിലർക്ക് 500 രൂപ കഷ്ടിച്ചൊരു ദിവസം കുടുംബം ചിലവാനുള്ള വരുമാനം കിട്ടും. ചിലർക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വാഴക്കുല 1 കിലോ വിൽക്കുമ്പോൾ അവർക്ക് 5 രൂപ 10 രൂപ കിട്ടും. ഒരു ദിവസം 10 കിലോ വിറ്റു എന്ന് വെച്ചോ, 50 രൂപയൊക്കെ അവർക്ക് ശമ്പളമായി കിട്ടുന്നത്. അത് വെച്ചൊന്നും ഒരു കുടുംബത്തിന് കഷ്ടിച്ച് ജീവിക്കാനേ കഴിയുള്ളൂ. മിച്ചമായി ഒന്നും കിട്ടില്ല. അഥവാ കഷ്ടിച്ച് കിട്ടുന്ന ആ പണം കൊണ്ട് അവർക്കൊന്നും സമ്പാദിക്കാൻ കഴിയില്ല. ഇനി ഒരു കർഷകനെ എടുക്കാം. ഒരു കർഷകൻ കഠിന അധ്വാനം ചെയ്ത് മൺവെട്ടി വെട്ടി അയാൾ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനം കഴിക്കുന്നത് മന്ത്രിമാരും MLA-മാരും പ്രധാനമന്ത്രിയായാലും ഭരണസമിതികളായാലും രാജ്യം ഭരിക്കുന്നവരായാലും അയാൾ അധ്വാനിക്കുന്ന ഫലമാണ് കഴിക്കുന്നത്. പക്ഷേ ഈ അധ്വാനിക്കുന്ന മനുഷ്യന് സമ്പാദിക്കാൻ കിട്ടുന്നില്ല. അയാൾ അധ്വാനിച്ച് കിട്ടുന്ന അയാളുടെ കുടുംബത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി രാജ്യത്തിലെ മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ വിതരണം ചെയ്യുന്നത്. അങ്ങനെ ചെറുപ്പം മുതലേ ഒരു 17-18 വയസ്സെന്ന് വെച്ചോ, ചിലർ കുഞ്ഞിലെ മുതലേ അധ്വാനിക്കും, കൃഷി ചെയ്യും. 60 വയസ്സുകാരെ തള്ളിവിടുമ്പോൾ അയാൾക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. സമ്പാദ്യമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ എന്ത് തെറ്റാണ് ഗവൺമെൻറ് 60 വയസ്സായ ആളിനൊരു പെൻഷൻ കൊടുക്കുന്നത്? 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്നത് 10, 20, 30, 40 വർഷം കഷ്ടിച്ച് പോയാൽ അത് വളരെ വിരളമായും ചുരുക്കമായിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ്റിന്
ഒരു പെൻഷൻ അവർക്ക് കൊടുത്തുകൂടാ? അയാൾ അധ്വാനിച്ചത് മുഴുവനും, അതിൻ്റെ ഫലം മുഴുവനും അനുഭവിച്ചത് ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജനങ്ങളാണ്. 60 വയസ്സ് കഴിയുമ്പോൾ ഒരു പെൻഷൻ കൊടുക്കണം, ജീവിക്കാനുള്ള വക. അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് പറയാനുള്ള കാരണം, ഞാൻ രാവിലെ 5 മണിക്ക് ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ ചായക്കട നടന്ന ഒരു സംഭാഷണമാണ്. ഞാൻ പാല് വാങ്ങിക്കാനാണ് പോകുന്നത്. ആ കൂട്ടത്തിൽ ഒരു ചായയും കുടിച്ച് പോരും. അപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ കൂട്ടി തരാനായിട്ട് നിങ്ങളവിടെ കൊണ്ട് കൊടുത്തിരിക്കണോ എന്നൊരു വ്യക്തി ചോദിക്കുന്നു. അത് ആ വ്യക്തിയുടെ അറിവില്ലായ്മയാണ്. തീർച്ചയായിട്ടും നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്തിലെ ആകുന്ന കാലത്തുള്ള അധ്വാനം മുഴുവനും നമ്മൾ ഗവൺമെൻറ്റിലേക്കാണ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രജകൾക്കാണ് പോയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ ഒരു പെൻഷൻ തരാം, ഗവൺമെൻറ് ചെയ്യാം. ധാരാളം ഫണ്ടുകളുണ്ട്. ഫാനിൻ്റെ അടിയിൽ ഉദ്യോഗസ്ഥരായിട്ടിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കുമ്പോൾ മണ്ണിനോട് പൊരുതിയ കഠിന അധ്വാനം ചെയ്ത ഒരു കർഷകന്, അല്ലെങ്കിൽ ഒരു പെട്ടിക്കട നടത്തിയ ആളിന്, അല്ലെങ്കിൽ ഇരുമ്പ് അടിച്ച് വെട്ടുകത്തിയാക്കി മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കൊടുത്ത ഒരു വ്യക്തിക്ക്, ഒരാളെ നടത്തിയ ഒരാളിന്, അല്ലെങ്കിൽ എന്ത് തൊഴിൽ ചെയ്തും ഓരോരുത്തരും ഓരോ തൊഴിലുകൾ അറിയുന്നു. ഈ തൊഴിൽ ചെയ്യുന്നവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയെന്നേ ഉള്ളൂ. അവർക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ സമ്പാദിച്ച് ടാക്സ് കൊടുക്കുന്നവർക്ക് നിങ്ങളൊന്നും കൊടുക്കണ്ട. അവരുടെ കാര്യമല്ല പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ജീവിതകാലം മുഴുവനും അധ്വാനിച്ച് കുടുംബം പോറ്റി ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ വന്ന വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വരുമാനം നോക്കി ചെയ്താൽ മതി. ടാക്സ് കൊടുക്കുന്ന ആളിന് നിങ്ങളൊന്നും ചെയ്യണ്ട. വീട്ടിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കില്ല. ആവുന്ന കാലത്ത് കഷ്ടിച്ച് സ്വന്തമായിട്ടും ഭാര്യയും മക്കളും കൂടി ചേർന്നൊരു വീട് വെച്ച്, വർഷങ്ങളെടുത്തൊരു വീട് വെച്ചു, അത് കോൺക്രീറ്റ് ചെയ്ത് പോയെങ്കിൽ നിങ്ങൾ കൊടുക്കില്ല. ഇതെന്ത് ന്യായം? ഇനി കിടന്നുറങ്ങാൻ ഒരു AC ഫിറ്റ് ചെയ്ത് പോയി സുഖമായി ജീവിച്ചിരിക്കുമ്പോൾ കാലത്തല്ലേ സുഖമായി ഉറങ്ങാൻ പറ്റുള്ളൂ. ഒരു AC ഫിറ്റ് ചെയ്ത് പോയി എൻ്റെ പേരിൽ നിങ്ങൾ പെൻഷൻ കൊടുക്കില്ല. ഇതെന്ത് ന്യായം? എന്ത് നീതി? നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നവരെ എങ്ങനെയെങ്കിലും എണ്ണം കുറയ്ക്കണം. അതിനുവേണ്ടി നിങ്ങൾ കണ്ടുപിടിക്കുന്ന വിദ്യകൾ. ഞാനൊരു ഗവൺമെൻറ്റിനെ ഒന്നിനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു തെറ്റ് ചെയ്തു. 2500 കൊടുക്കാമെന്നും പറഞ്ഞ് കയറിയിട്ട് ഇറങ്ങിപ്പോകാൻ സമയത്ത് 2000 ആക്കി കൊടുത്തു. 1600 ഇരുന്ന് 400 രൂപയാണ് ആക്കിയത്. പെൻഷൻകാർക്ക് 60 വയസ്സ് കഴിയുന്നവർക്ക് പെൻഷൻ കൊടുക്കണം, ജീവിക്കാനുള്ള വക കൊടുക്കണം. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇതിലൊരു വ്യക്തി പോകുന്നുണ്ട്, ആശുപത്രി പോകുന്നതാണ്. ക്യാൻസറാണ് രോഗം. ആട്ടോ പിടിച്ച് പോകാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് ബസ്സിന് പോയി. അപ്പോൾ അത്തരത്തിലാണ് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ ജീവിക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം, ഇഷ്ടപ്പെട്ടെന്ന് വരാം. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഭൂമിയിലുണ്ട്. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ മാത്രം അതിനെ ശരി എന്ന് ചിന്തിക്കുക. തെറ്റ് എന്ന് കാണിക്കുന്നെങ്കിൽ ചിന്തിക്കുന്നുവെങ്കിൽ, അങ്ങനെയാണ് തോന്നിയതെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് കളയുക. ഞാൻ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നല്ല ടൈമായിപ്പോയി. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.